കൊല്ലം പുനലൂർ സർക്കാർ LPS ചോർന്നലിക്കുന്നെന്ന മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ. പ്രവേശനോത്സവത്തിന് മുമ്പ് പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അറ്റകുറ്റപ്പണിക്കായുള്ള നടപടി തുടങ്ങിയെന്ന് പുനലൂർ നഗരസഭാ അധികൃതരും വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ് ഇംപാക്ട്. ദിവസങ്ങൾക്കുള്ളിൽ സ്കൂൾ തുറക്കും. 120ഓളം കുട്ടികളാണ് ഈ ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കേണ്ടത്. പക്ഷേ ആ കുരുന്നുകൾക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് പഠിക്കാൻ സാധിക്കുമോ? ഇല്ല. അതിന് തെളിവ് ഈ ദൃശ്യങ്ങളാണ്. പലയിടങ്ങളിലും മേൽക്കൂരയിലെ ഓട് പൊട്ടിയിരിക്കുന്നു. ചോർച്ച ഒഴിവാക്കാൻ വേണ്ടി അധ്യാപകർ ഇടപെട്ട് ടാർപോളിൽ വലിച്ചു കെട്ടിയിരിക്കുകയാണ് മേൽക്കൂരയിൽ. പുനലൂരിലെ ഈ സർക്കാർ സ്കൂളിന്റെ ദുരവസ്ഥ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രവേശനോത്സവത്തിന് മുമ്പ് പ്രശ്നപരിഹാരമുണ്ടാകുമെന്ന് കുട്ടികൾക്ക് മന്ത്രി അപ്പൂപ്പന്റെ ഉറപ്പ്. 14,000 വരുന്ന സ്കൂളുള്ളതിൽ ഏതെങ്കിലും സ്കൂളിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ നാട്ടുകാരും PTA ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കാണും. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിച്ചെന്ന് പുനലൂർ നഗരസഭാ അധികൃതരും വ്യക്തമാക്കി. ചോർച്ച മാറ്റി ഓടുകൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചെന്ന് നഗരസഭാ അധ്യക്ഷ പറഞ്ഞു. അടിയന്തരമായിട്ട് നമ്മൾ അതിൻ്റെ ചോർച്ച പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഓൺ ഫണ്ടിൽ നിന്നും അതിൻ്റെ ഒരു ക്രമീകരണം വരുത്തി അതിൻ്റെ ചോർച്ച മാറ്റി ഈ സ്കൂൾ റീഓപ്പണിങ്ങിന് മുമ്പ് എല്ലാ ക്രമീകരണവും ചെയ്യണമെന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. സ്കൂളിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ചുള്ള വാർത്ത ഇന്നലെയാണ് മാതൃഭൂമി ന്യൂസ് സംപ്രേഷണം ചെയ്തത്. അതിന് പിന്നാലെയാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നത്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.